ഹലോ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീട് കാണിക്കുന്നത് പറഞ്ഞാൽ ഈ വീടിൻ്റെ അവസ്ഥ ഇനി മാറിപ്പോകുകയാണ് കേട്ടോ. കാരണം നമ്മുടെ വീട് ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞാടാനായിരുന്നു കണ്ടു വെച്ചാൽ അതിലൊക്കെ ആകെ അങ്ങോട്ട് പിടിച്ചിട്ടേ. അപ്പോൾ നമ്മൾ ഒരു വീട് പൊളിച്ചിട്ട് ഒരു വീട് പണിക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം വീടൊന്ന് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ വാടകയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വീടിൻ്റെ കംപ്ലീറ്റ് പറഞ്ഞാൽ താഴെ ഭാഗം വരെയൊക്കെ കമ്മ്യൂണിറ്റി ചേർന്നിൽ പിടിച്ച് ഇങ്ങനെ ഓരോ ഭാഗം നിന്ന് ഇങ്ങനെ പൊളിഞ്ഞാടാനായപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് വട്ടം പഞ്ചായത്തിൽ ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയില്ല നമ്മുടെ വീടിൻ്റെത്. അപ്പോൾ നമ്മൾ തന്നെ അമ്മയുടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് നമ്മൾ വീട് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ വീട് JCB മാന്താണ് കേട്ടോ. JCB വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാന്തിയൊക്കെ ലെവലാക്കിയിട്ട് വേണം ഈ ഒരു വീട് നിൽക്കുന്ന പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ഇനി ഉള്ളൊരു വീട് കയറ്റാൻ പോകുന്നത്. അപ്പോൾ വേറെ സ്ഥലം പിന്നെ ഉള്ളത് ബേക്കോട്ടാണ്. അപ്പോൾ ബേക്കോട്ട് വേണമല്ലോ, ഇവിടെ തന്നെ മതി എന്നുള്ള ധാരണയിൽ ഇവിടെ തന്നെയാണ് ഈ വീടുള്ള ഭാഗം തന്നെ പൊളിച്ചിട്ട് ഇവിടെ തന്നെ വീട് കയറ്റാൻ പോകുന്നത്. അപ്പോൾ JCB ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ. പിന്നെ അതായത് മാന്തിനടുത്ത് പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉള്ള ഭാഗം ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇനി നാളത്തെ വീഡിയോയിലൊക്കെ ആയിട്ടുള്ളതൊക്കെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മളെ അറിയിക്കുക കേട്ടോ. നമുക്ക് പൊളിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാം. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം നമുക്ക് പെട്ടെന്നൊരു വീട് കയറാൻ വേണ്ടി. കാരണം നമ്മളിപ്പോൾ വാടകയ്ക്കാണ്. പിന്നെ ഇപ്പോൾ ഏട്ടൻ്റെ ഒക്കെ വീട്ടുകാർ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട് മാറി വാടകയ്ക്ക് നിൽക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ എന്നെ അറിയിച്ചോളം എനിക്കൊരു അന്തം വയ്ക്കുന്നത് തൊട്ട് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വാടക പെരയിൽ നിന്ന് മാറിയിട്ടുള്ളത് കേട്ടോ. കാരണം 25 വർഷം ഞങ്ങൾ വാടക വീട്ടിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു വാടക വീട്ടിൽ കിടക്കുമ്പോൾ സ്വന്തം ഒരു വീട് കയറ്റുക, ഒരു വീട് ഉണ്ടാവുക എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വീട് ലൈഫ് മിഷനിൽ നിന്ന് പാസ്സായതാണ് എൻ്റെ വീട് കേട്ടോ, എൻ്റെ അയനിക്കോട്ടത്തെ വീട്. അപ്പോൾ അത് വീടൊക്കെ കിട്ടിയിട്ട് ആ വീട്ടിൽ കയറിയപ്പോൾ കാരണം വീടിൻ്റെ കംപ്ലീറ്റ് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം കിണറിൻ്റെ ഭാഗങ്ങൾ കെട്ടിയിട്ട് പോലും ഇല്ല, ആൽമാര കെട്ടിയിട്ട് കൂടിയില്ല. അത് നല്ല ഷീറ്റ് വെച്ച് അങ്ങനെ മൂടി വെച്ചതാണ്. കാരണം അതിലേക്കൊന്നും ചാടാതെ ഇതാക്കാതൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടിപ്പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ ആക്കും പോലെ. കാരണം വീട് എന്നുള്ളത് അല്ലേ നമുക്ക് ആദ്യം വേണ്ടത്. ഒരു വെള്ളം ചോരാത്ത ഒരു പൊളിഞ്ഞാടാത്തൊരു പേരാന്ന് പറയുമ്പോൾ നമുക്കൊരു വീട് എന്ന് പറയുന്നത് എല്ലാവരും ഒരു സ്വപ്നമാണ്. എല്ലാവർക്കും പെട്ടെന്ന് വീടുണ്ടാവട്ടെ. ഇപ്പോൾ ലൈഫ് മിഷനിൽ നമ്മൾ കുറേ കാലം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീടിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്നൊക്കെ. അപ്പം ആദ്യത്തെ ഇതിൽ പഞ്ചായത്തിൽ നിന്ന് പാസ്സായി നമുക്ക് മേലെ ഭാഗം നന്നാക്കാൻ വേണ്ടി ഈ വീടിൻ്റെ മേലെ ഭാഗത്ത് കമ്പിയും പട്ടയാക്കിയിട്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ ലൈഫ് മിഷനിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തൊക്കെ കിട്ടിയിരുന്നു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അർഹതപ്പെട്ടവർക്കും അവൾ തന്നെയാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ അറിയില്ല, എന്തോ പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇതിലാറും മോശമുള്ളവരൊക്കെ ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഇപ്പോൾ ലൈഫ് മിഷനാണല്ലോ രക്ഷപ്പെടുത്തുന്നത്. എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ, ഗവൺമെൻറ് കാണട്ടെ എല്ലാവരും അവസ്ഥ. അപ്പോൾ നമ്മുടെ വീടിന് നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും നമുക്കിപ്പോൾ അമ്മേൻ്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു വീട് കയറ്റുന്നത് കേട്ടോ. 800 ചില സ്ക്വയർ ഫീറ്റാണ്, അധികം 1000-1200 സ്ക്വയർ ഫീറ്റ് ഒന്നുമില്ല, ഒരു ചെറിയൊരു വീടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കും, നിങ്ങളെല്ലാവരെയും ഞാൻ കാണിച്ചു തരും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കണം. നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കാം. നമ്മൾ വീട് പണി ഇങ്ങനെ ഇപ്പോൾ തുടക്കമായിട്ടാണ്. ഇപ്പോൾ വീട് പൊളിക്കൽ കഴിഞ്ഞ് ഇപ്പോൾ JCB വന്ന് മാന്തി ഇനി മണ്ണൊക്കെ ആകെ നിരപ്പാക്കിയിട്ട് ഇവിടെ തന്നെയാണ് നമ്മൾ തറയിടുന്നത് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതിന് മുന്നിലുള്ള കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ ഒരു 8 മിനിറ്റ് വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ അതങ്ങോട്ട് എടുത്തിട്ട് പോസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറേ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ചെറുത് ഇവിടെ വീട്ടിൽ ഉറങ്ങുകയാണ്, വലുത് അവിടെയാണ് അമ്മേൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തുമാണ്. അപ്പോൾ ഞാൻ വേഗം പോകുന്നതാണ്, വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒരു വീട് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വീടില്ലാത്തവർക്കൊക്കെ വീടുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് നമ്മൾ മറ്റൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.